ഇപ്പോൾ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മുഹമ്മദ് ഷംസീർ കൂടി ചേരുന്നുണ്ട്. ഷംസീർ, ദുരന്ത മുഖത്തെ പോലെ തന്നെ ഏറ്റവും കരളലിയിക്കുന്ന സങ്കടകരമായ കാഴ്ചകളാണ് നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലും കാണാൻ കഴിയുന്നത്. ഉറ്റവരെയും ഉടവരെയും സ്വന്തമെന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളാണ് അവിടെയുള്ളത്. എന്താണ് അവസ്ഥ? തീർച്ചയായും അമൃത, ഏറ്റവും കരളലിയിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളും തന്നെയാണ് ഇവിടെ ഓരോരുത്തർക്കും പങ്കുവെക്കാനുള്ളത്. പലരും ചിലതൊക്കെ അത്ഭുതകരമായി സാഹസികമായി ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. ആദ്യത്തെ ഉരുൾപൊട്ടലിൽ അതിന്റെ തീവ്രത ഏറുന്നതിന് മുൻപ് തന്നെ വീടുകളിൽ നിന്ന് കൂരിരുട്ടത്ത് ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ടവരുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ച ഒരു സ്ത്രീ പറഞ്ഞ 45 ദിവസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞുമായി ഓടി രക്ഷപ്പെട്ട വളരെ ചുരുക്കം ആളുകളുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ദുരന്തത്തിൽ പെട്ടുപോയവരാണ്, ജീവൻ നഷ്ടപ്പെട്ടു പോയവരാണ്. അവരുടെ ചില ബന്ധുക്കൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ അവരൊക്കെ വലിയ സങ്കടത്തിലും പ്രയാസത്തിലുമാണ്. നേരത്തെ അസ്ലം സൂചിപ്പിച്ച ഒരു മൃതദേഹം കിട്ടുക എന്നാൽ ഒരു കുടുംബത്തിൽ ഒരു അംഗം നഷ്ടപ്പെട്ടുവെന്ന് കൂടിയാണല്ലോ എന്ന്. എന്നാൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉള്ളവരിൽ അധികവും അവരുടെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടുവെന്ന് പറയുന്നതോട് കൂടി തന്നെ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുകൂടി ഉൾക്കൊണ്ട് കഴിഞ്ഞു. കാരണം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് അവർ ഇതോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഈ ചൂരൽമല പോലെയുള്ള മേഖലകളിലേക്കൊന്നും ഒരു നിലയ്ക്കും ഈ വലിയ മലവെള്ളപ്പാച്ചിൽ വന്നാൽ പോലും അങ്ങോട്ട് എത്തില്ല എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന മേഖലയാണ്. ആ മേഖലയടക്കം തൂത്തെറിഞ്ഞുകൊണ്ട് ഒരു ഉരുൾപൊട്ടൽ കടന്നു പോകുമ്പോൾ മൃതദേഹങ്ങൾ നിലമ്പൂരിൽ നിന്നടക്കം കിട്ടുന്നുവെന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അവരൊക്കെ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഇനി അവർ പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹമെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന കാര്യം നമുക്ക് കേട്ടു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അമൃത. അതായത് മൃതദേഹമെങ്കിലും കിട്ടിയാൽ നമുക്ക് അവർക്ക് വേണ്ട അവസാന കർമ്മങ്ങൾ ചെയ്യാമായിരുന്നു എന്നാണ് പറയുന്നത്. പലരും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പിനോട് ചേർന്ന് തന്നെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന 2 മുറികൾ കൂടിയുണ്ട്. അവിടെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ് അവിടെ സൂക്ഷിച്ചു വെച്ചത്. ഇന്ന് രാവിലെ കണ്ടൊരു കാഴ്ച, ഞങ്ങൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു നിലവിളി കേൾക്കുകയാണ്. ഒരു ഉപ്പ, ഒരു 50 വയസ്സിന് മുകളിലുള്ള ഒരു ഉപ്പ നിലവിളിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും അസുഖമാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ ആ തൊട്ടപ്പുറത്തെ ഈ ദുരിതാശ്വാസ ക്യാമ്പിനോട് ചേർന്നുള്ള മുറിയിൽ തന്റെ മകളുടെ മൃതദേഹം കണ്ടതിന്റെ ഞെട്ടലിലും ആഘാതത്തിലും നിൽക്കുകയായിരുന്നു ആ ഉപ്പ എന്നാണ്. അങ്ങനെയാണ് അവർ നിലവിളിച്ചു കൊണ്ടിരുന്നത്. അവർക്കത് വിശ്വസിക്കാൻ പോലും പറ്റുമായിരുന്നില്ല എന്നുള്ളത്. അവർ പറയുന്നു മറ്റൊരു അടയാളം കൂടിയുണ്ട്, അതുകൂടി ഒന്ന് നോക്കട്ടെ, എന്റെ മകളാണെന്ന് ഉറപ്പിക്കട്ടെ എന്ന് പറയുകയാണ്. കാരണം ഓൾറെഡി അവർക്ക് മറ്റൊരു മകനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ മകളെ കൂടി നഷ്ടപ്പെട്ടു എന്നവർക്ക് ഊഹിക്കാൻ പോലും, ചിന്തിക്കാൻ പോലും, ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല എന്നൊരവസ്ഥ ഉണ്ട്. മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്, അന്ത്യകർമ്മം ചെയ്യാനെങ്കിലും മൃതദേഹം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന അവസ്ഥ. അതും നമ്മൾ പലരിൽ നിന്നായി കേൾക്കുകയാണ്. ഒടുവിൽ സംസാരിച്ച ബിജോയ് എന്നൊരു യുവാവ്, ചൂരൽമല സ്വദേശിയാണ്. അദ്ദേഹം യുവാവാണ്. അദ്ദേഹം മലപ്പുറത്ത് ജോലി ചെയ്യുകയായിരുന്നു. പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ദുരന്തം അറിയുന്നത്. നഷ്ടപ്പെട്ടത് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും 2.5 വയസ്സുള്ള ചെറിയ കുട്ടിയെയും ഒക്കെയാണ് അവർക്ക് നഷ്ടമാകുന്നത്. കുടുംബം വീടൊന്നാകെ നഷ്ടപ്പെടുന്നു. അച്ഛന്റെ സഹോദരനെ നഷ്ടപ്പെടുന്നു. ആ തരത്തിൽ വലിയ നഷ്ടങ്ങളുടെ, സങ്കടങ്ങളുടെ കഥ നമുക്ക് കേട്ടു നിൽക്കാനും അവരോട് കൂടുതലായി ചോദിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വലിയ തീരാ നഷ്ടങ്ങളുടെ കഥയാണ് ഓരോരുത്തരും പറയുന്നത്. അവരൊക്കെ ഇപ്പോൾ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു കഴിഞ്ഞു. അവർക്ക് ഇനി വേണ്ടത് നഷ്ടപ്പെട്ട ആളുകളുടെ മൃതദേഹമെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ 561 പേരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉള്ളത്. അവരെ കാണാൻ വേണ്ടി വയനാടിന്റെ മുൻ എംപിയും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും എത്തിയിരുന്നു. 3 മണിക്കൂറോളം നേരമാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ രാഹുൽ ഗാന്ധി ചെലവഴിച്ചത്. നേരത്തെ രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് പറഞ്ഞിരുന്നു വൈകാരികമായ ബന്ധം വയനാടുമായി ഉണ്ട് എന്ന്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനമൊക്കെ ഇവർക്ക് ചെറിയ തോതിലെങ്കിലും ആശ്വാസം പകർന്നിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതൊക്കെ അപ്പുറത്തേക്ക് വലിയ നഷ്ടങ്ങൾ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ വീടുകൾ ഒലിച്ചു പോകുന്നു. വീടുണ്ടായിരുന്ന സ്ഥലം ഏതാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം. ഒരു കാര്യം കൂടി പറയുന്നു അമൃത, നേരത്തെ ഞാൻ സംസാരിച്ച ഷീല എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ പറയുകയാണ് ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു,
ഞങ്ങളുടെ വീട് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. ആ തരത്തിൽ നിസ്സഹായരായി ഇനി എങ്ങോട്ട് പോകുമെന്ന് പോലും അറിയാത്ത മനുഷ്യരുടെ കാഴ്ചകളും അവർ പറയുന്ന കാര്യങ്ങളുമാണ് ഇന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നത്. അതേ, ദുരന്തത്തിന്റെ ബാക്കി പത്രം തന്നെയാണ് ശംസീർ സൂചിപ്പിച്ചതുപോലെ. നിസ്സഹായരായി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മരണം 289 ആയിരിക്കുകയാണ്. ഈ 3 ദിവസം കൊണ്ട് 150-ലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ വേലിപ്പാലത്തിലൂടെ കൂടുതൽ രക്ഷാപ്രവർത്തനവുമായി, കൂടുതൽ തെരച്ചിലുമായി സൈന്യം ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർ പുറത്തേക്ക് കടക്കാനിരിക്കുകയാണ്. 15 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലേക്കായിരിക്കും കടക്കുക.